ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2015 KSRTC ഡ്രൈവർ എക്സാമിന് ചോദിച്ച 50 ട്രേഡിലെ ചോദ്യങ്ങൾ. ഇപ്പോൾ KSRTC ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ വിഭാഗം ചോദ്യങ്ങൾ ഇതിൽ പൊതുവെ കൂടുതലായിരുന്നു. മറ്റു റോഡ് നിയമങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനാൽ ഇനി എന്തും സംഭവിക്കാം. മെക്കാനിക്കൽ പാർട്ട് മുഴുവനായും ചോദിക്കാം, അല്ലെങ്കിൽ പകുതി ചോദിക്കാം. എന്നിരുന്നാലും ഈ ചോദ്യം മൊത്തം അറിഞ്ഞിരുന്നാൽ മെക്കാനിക്കൽ പാർട്ടിൽ ഏകദേശം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ബേസ് നമുക്കിതിൽ നിന്ന് കിട്ടും. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ഓൺലൈൻ സ്റ്റഡി ആപ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. കേരള PSC തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ക്ലാസ് നടക്കുന്ന ഒരു ആപ്പാണ് അൺഅക്കാഡമി ആപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇതിൻ്റെ എല്ലാ കൺട്രോളും മറ്റ് എക്സാമും മറ്റ് അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ PSC തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും സഹായകരമായ ഒരു ആപ്പ് തന്നെയാണ് അൺഅക്കാഡമി ആപ്പ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ 15% ഡിസ്കൗണ്ട് ലഭിക്കുവാൻ RAcademy10 എന്ന റെഫറൽ കോഡ് തീർച്ചയായും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതൊരു ബാച്ച് കോഴ്സായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പലരുടെയും സ്വപ്ന ജോലിയാണ്. അപ്പോൾ അതിനുവേണ്ടി ദൗത്യം എന്ന 100 ദിവസ ബാച്ച് കോഴ്സ് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അടുത്ത് ജേതാവ് എന്നുള്ളത് LGS മെയിൻ എക്സാം അവർ പ്രിപ്പയർ ചെയ്യുന്ന അവർക്ക് വേണ്ടിയുള്ള ഒരു ബാച്ച് കോഴ്സാണ്. അത് ജേതാവ് എന്നൊരു LDC മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്കുള്ള ഒരു മെയിൻ ബാച്ചാണ്. പിന്നെ ദൗത്യം എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിലിംസ് ഇനി അടുത്ത് വരുവാണല്ലോ, അപ്പോൾ അതിന് ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ദൗത്യം എന്ന് പറയുന്നത്. പിന്നെ ദിശ, അത് 120 ദിവസത്തെ 12ാം ക്ലാസ് യോഗ്യതയുള്ള, അതായത് ഫോഴ്സുമായി റിലേറ്റ് ചെയ്ത് ഇനി നടക്കാൻ പോകുന്ന മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. കൂടാതെ ഒരുപാട് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ജേതാവ് എന്ന ഒരു സീരീസ് എക്സാം അത് തന്നെ നടത്തി വരുന്നുണ്ട്. അതുകൂടാതെ ഡിഗ്രി ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 6, 13, 20, 27 തീയതികളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു മോക്ക് ടെസ്റ്റ് നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിൽ മികച്ച റാങ്ക് മേടിക്കുന്നവർക്ക് പല ഓഫേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അൺഅക്കാഡമി വഴി ഒരു നല്ലൊരു ജോലി കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, എൻജിൻ ഫ്ലൈവീലിനെയും ഗിയർ ബോക്സ് പ്രൈമറി ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും വിച്ഛേദിക്കുകയും ചെയ്യുന്ന സംവിധാനം ഡാഷ്. ഓപ്ഷൻ C ക്ലച്ച്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് എൻജിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതും വിയോജിപ്പിക്കുന്നതും ഏതാണ്? ക്ലച്ച് എന്ന സംവിധാനമാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഗതികോർജം ഏത് ഊർജ്ജ രൂപമായി മാറുന്നു? അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സിലിണ്ടർ നമ്മുടെ ലൈനറിനെ ഡ്രമ്മിൽ ഉരസി അവിടെ ഒരു ചൂടാണ് സംഭവിക്കുന്നത്. ഉരസുമ്പോൾ ചൂടല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ B താപോർജ്ജമായി മാറുന്നു. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തിനെന്നാണ് ചോദ്യം. ഓപ്ഷൻ A പാർക്ക് ചെയ്യാൻ. അപ്പോൾ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്തിനാണ്? പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഹാൻഡ് ബ്രേക്ക് ഒരു വാഹനത്തിൻ്റെ പുറകിലത്തെ വീലുമായി മാത്രമേ അതിന് കണക്ഷൻ ഉണ്ടാകൂ. ഫ്രണ്ട് വീലുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും ഓർക്കുക. അടുത്ത ചോദ്യം, വീൽ സിലിണ്ടർ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയെന്നാണ്? വീൽ സിലിണ്ടർ എന്തിൻ്റെ ഭാഗമാണ്? ബ്രേക്കിൻ്റെ ഭാഗമാണ്. അത് ഉറപ്പിച്ചിരിക്കുന്നു. ഓപ്ഷൻ B ബാക്ക് പ്ലേറ്റിൽ. അപ്പോൾ ബാക്ക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ടയറുമായി ബന്ധപ്പെട്ട കറങ്ങാതിരിക്കുന്ന ഭാഗം, അതാണ് ഈ ബാക്ക് പ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ അറ്റത്തുള്ളത് കറങ്ങാണ്ടിരിക്കുന്ന ഭാഗം, അവിടെയാണ് ഇവിടെ
എന്താ വീൽ സിലിണ്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, എയർ ബ്രേക്കിൽ ലൈൻ പ്രഷർ നിയന്ത്രിക്കുന്നത് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അൺലോഡർ വാൾവ്. അപ്പോൾ എയർ ബ്രേക്കിലെ ഈ വാഹനം റണ്ണിങ് ആവുന്ന സമയത്തും സ്റ്റാർട്ടാകുന്ന സമയത്തുമൊക്കെ അതിൻ്റെ എയർ ബ്രേക്ക് ആണെങ്കിൽ അതിൻ്റെ ചേംബറിൽ എയർ നിശ്ചിത അളവിൽ എപ്പോഴും നിലനിർത്തണം. അപ്പോൾ അതിനുവേണ്ടി ഒരു വാൾവ് ഉപയോഗിക്കുന്നു. അതാണ് ഈ അൺലോഡർ വാൾവ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ചോദ്യം. അടുത്ത ചോദ്യം, എയർ ബ്രേക്ക് സംവിധാനത്തിൽ ബ്രേക്ക് ഷൂവും ഡ്രമ്മും തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ സ്ലാക്ക് അഡ്ജസ്റ്റർ. അപ്പോൾ ഇത് എയർ ബ്രേക്ക് സംവിധാനത്തിൽ മാത്രമല്ല, നമ്മുടെ മെക്കാനിക്കൽ ബ്രേക്കിലും ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലും ഈ സ്ലാക്ക് അഡ്ജസ്റ്റർ തന്നെയാണ് അവ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയം ആയി അറിയപ്പെടുന്നു, അതായത് ഹാർട്ട് ഓഫ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം എന്താണ്. ഓപ്ഷൻ എ മാസ്റ്റർ സിലിണ്ടർ. ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്താണ്. ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സ്ഥിരമായി വേഗത കുറയ്ക്കുകയും ഡ്രൈവ് 90 ഡിഗ്രി തിരിക്കുകയും ചെയ്യുക. അതായത് എൻജിൻ ഉത്പാദിപ്പിക്കുന്ന ശക്തി നമ്മുടെ ഡിഫറൻഷ്യൽ യൂണിറ്റ് വഴി, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യൽ യൂണിറ്റ് എത്തുന്നു. അവിടെ നിന്നാണ് ഈ 90 ഡിഗ്രിയിൽ തിരിഞ്ഞ് വീലുകളിലേക്ക് പവർ കൊടുക്കുന്നത്. ഇതിൻ്റെ ധർമ്മം സ്ഥിരമായി വേഗത കുറയ്ക്കുകയും അതോടൊപ്പം ഡ്രൈവ് 90 ഡിഗ്രി ആംഗിളിൽ രണ്ട് വീലുകളിലും കൊടുക്കുകയും വേണം. അടുത്ത ചോദ്യം, ഫൈനൽ ഡ്രൈവിൻ്റെ ഘടകങ്ങൾ ഫൈനൽ ഡ്രൈവിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്. ബെവൽ പിനിയനും ക്രൗൺ വീലും. ഇതാണ് ഒന്ന് ഓർത്തിരിക്കുക. വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഒരു വശത്തേക്ക് പോകുന്നു എങ്കിൽ അതിന് എന്തായിരിക്കും പ്രശ്നം. ബ്രേക്ക് ഡ്രാഗിങ് ഉണ്ട്. അപ്പോൾ ഒരു വശത്തേക്കാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക് ഡ്രാഗിങ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക. വീൽ വോബ്ലിംഗ് ഉണ്ടാകും. അപ്പോൾ വാഹനത്തിൻ്റെ വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഇല്ല എങ്കിൽ എന്താണ്, വീൽ വോബ്ലിംഗ് ഉണ്ടാകും. ക്യാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ, അപ്പോൾ എന്താണ് ക്യാമ്പർ. അതായത് നമ്മൾ ഒരു വാഹനത്തിന് രണ്ട് വീലുണ്ടല്ലോ, അത് ടോപ്പിൽ നിന്ന് ആണ് ശ്രദ്ധിക്കുമ്പോൾ, അപ്പോൾ രണ്ട് വീല് ഇങ്ങനെ നമ്മൾ ഒരു വാഹനത്തിന് മുന്നിൽ ചെന്ന് നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ഫ്രണ്ട് വീൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാം. ഈ വീലിനെ നമ്മൾ ടോപ്പ് വ്യൂ, അതായത് മുകളിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഈ വീലിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഷേപ്പിൽ ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് പോസിറ്റീവ് ക്യാമ്പർ എന്ന് പറയുന്നത്. തിരിച്ചാണെങ്കിൽ, അകത്തോടാണെങ്കിൽ അതിനെ നെഗറ്റീവ് ക്യാമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ക്യാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വീലിൻ്റെ മുകൾ ഭാഗം പുറത്തേക്ക് കണ്ടോ, ഈ വരച്ചിരിക്കുന്ന കണ്ടോ, ഇത് ടോപ്പ് വ്യൂ ആണ്. ഇത് മുകളിൽ നോക്കും പുറത്തേക്കല്ലേ കാണുന്നത്. അതാണ് ക്യാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പോസിറ്റീവ് ക്യാമ്പർ ഉണ്ടെങ്കിൽ ടയറിൻ്റെ ഡാഷ് എന്താണ്. ഓപ്ഷൻ എ ഔട്ടർ അമിതമായി തേയും. അതായത് നേരത്തെ വരച്ച പടം തന്നെ രണ്ട് ടയർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ടയറിൻ്റെ ഈ ഭാഗമല്ലേ കൂടുതൽ റോഡിൽ ടച്ച് ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടർ തേയും. അത് തന്നെയാണ് ഇവിടെ ആൻസർ. എല്ലാം ഒരൊറ്റ ലോജിക് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം, ക്യാമ്പർ കൂടുതലാണെങ്കിൽ ടോയിൻ കൂടുതൽ ആയിരിക്കും. അപ്പോൾ എന്താണ് ടോയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആംഗിളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാമ്പർ കൂടുതലാണെങ്കിൽ, അതായത് ക്യാമ്പർ പോസിറ്റീവ് എന്നാണെങ്കിൽ ഈ ഒരു ആംഗിളാണ് ടോ ഇൻ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന ആംഗിൾ, ഇത് ടോ ഇൻ. ഇത് കൂടുതലായിരിക്കില്ലേ. കാരണം നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ വീലുകൾ തമ്മിൽ ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോയിൻ കുറവും, എന്നാൽ ക്യാമ്പർ കൂടുതലാണെങ്കിൽ അതിൻ്റെ ടോയിനും കൂടുതലായിരിക്കും. അതെല്ലാം ഒരൊറ്റ ലോജിക്കിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഹെവി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ
എ ആണ് 12 വോൾട്ടാണ് ആൻസർ. അപ്പോൾ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്രയാണ്? 24 വോൾട്ടാണ് ആൻസർ. സാധാരണ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനെല്ലാം 12 വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ മുൻവശത്തെ ടയറുകൾ ലോക്ക് പൊസിഷനിൽ ആക്കി വാഹനം തിരിക്കുമ്പോൾ പുറത്തുള്ള ടയർ സഞ്ചരിക്കുന്ന വൃത്തത്തിൻ്റെ വ്യാസമാണ് ടേണിംഗ് സർക്കിൾ ഡയമീറ്റർ. അപ്പോൾ വേറെ ഒന്നുമല്ല, 2 വീല് അതിൽ അകത്തുള്ളത് ഇന്നർ ഇതിനെ സ്ഥിരമായി നിർത്തി ഈ വീൽ ഇങ്ങനെ കറങ്ങി വരുവാണ്. അപ്പോൾ ഈ കറങ്ങി വരുന്ന ഈ സർക്കിളിനെയാണ് ടേണിംഗ് സർക്കിൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ഡ്രോപ്പ് ആമിൻ്റെ താഴത്തെ അറ്റം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രോപ്പ് ആം സസ്പെൻഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉറപ്പിച്ചിരിക്കുന്നത് ലിങ്ക് റോഡുമായി. അപ്പോൾ ഡ്രോപ്പ് ആം സസ്പെൻഷൻ അല്ല, സ്റ്റിയറിംഗ് സിസ്റ്റവുമായി ബന്ധമുള്ളതാണ്. അത് കണക്ട് ചെയ്യുന്നു ഏതിനെയാണ്? ലിങ്ക് റോഡുമായി. സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്ന കോണും അതിന് തുല്യമായി സ്റ്റബ് ആക്സിൽ തിരിയുന്ന കോണും തമ്മിലുള്ള റേഷ്യോനെ എന്താ പറയുന്നത്? സ്റ്റിയറിംഗ് റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്ന കോണും അതിന് തുല്യമായി സ്റ്റബ് ആക്സിൽ തിരിയുന്ന കോണും തമ്മിലുള്ള റേഷ്യോ? സ്റ്റിയറിംഗ് റേഷ്യോ. അടുത്ത ചോദ്യം, ഓൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ബാറ്ററിയിലേക്ക് പോകുന്നില്ല എങ്കിൽ ഇഗ്നീഷ്യൻ വാണിംഗ് ലാമ്പ് കത്തി നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യം, ഓൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ബാറ്ററിയിലേക്ക് പോകുന്നില്ല എങ്കിൽ, ബാറ്ററി ചാർജും ആകുന്നില്ല എങ്കിൽ ഇഗ്നീഷ്യൻ വാണിംഗ് ലാമ്പ് കത്തി നിൽക്കും. അടുത്ത ചോദ്യം, ഫാൻ ബെൽറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതിനൊക്കെയാണ്? അപ്പോൾ ഫാൻ ബെൽറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതിനൊക്കെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, വാട്ടർ പമ്പ്, ഓൾട്ടർനേറ്റർ, എൻജിൻ പുള്ളി. അപ്പോൾ എൻജിൻ പുള്ളിയിൽ നിന്നും വാട്ടർ പമ്പ് വഴി അതിന് വീണ്ടും ഓൾട്ടർനേറ്ററുമായി, ഇത് മൂന്നുമായിട്ടാണ് ഫാൻ ബെൽറ്റ് ബന്ധം ഉള്ളത്. അടുത്ത ചോദ്യം, ഓൾട്ടർനേറ്ററിനെ സാധാരണയായി കറക്കുന്നത് എന്തുപയോഗിച്ചാണ്? മുമ്പ് ഈ ബെൽറ്റ് ഉപയോഗിച്ചാണ്. ഇവിടെ തന്നെ ആൻസർ ഉണ്ട്, അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ബി, ബെൽറ്റ്. ഓയിൽ പാൻ ഘടിപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഗവുമായിട്ടാണ്? സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴ്ഭാഗം. അടുത്ത ചോദ്യം, കണക്റ്റിംഗ് റോഡിനെ പിസ്റ്റണുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പിസ്റ്റൺ പിൻ. 2 ആക്സിലുകൾ മാത്രമുള്ള ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് മുൻവശത്തെ ആക്സിലിൻ്റെ സെൻറ്ററും പിൻവശത്തെ ആക്സിലിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ദൂരത്തെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിനുള്ള ഇൻലെറ്റ് വാൾവ് യഥാർത്ഥത്തിൽ എക്സോസ്റ്റ് വാൾവിനേക്കാൾ വലുതായിരിക്കും. എന്നാൽ PSC കൊടുത്ത ആൻസർ എക്സോസ്റ്റ് വാൾവിനേക്കാൾ ചെറുതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് എത്രമാത്രം മാറുന്നു എന്നതിനെ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. റേഡിയേറ്ററിൽ കൂളൻ്റ് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്? മുകളിൽ നിന്നും താഴേക്ക്. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ റീഫില്ലാവുമ്പോൾ മേളിൽ നിന്നല്ലേ താഴോട്ട് പോകുന്നത്, ആ ഒരു സർക്കുലേഷൻ ഓർത്തിരുന്നാൽ മതി. തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ ധർമ്മം എന്താണ്? എൻജിൻ പെട്ടെന്ന് വാമപ്പ് ആകാൻ. എൻജിൻ ഓയിലായി സാധാരണ ഉപയോഗിക്കുന്നു SAE40. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. എൻജിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നു മഫ്ലർ. ഡീസൽ എൻജിനിൽ ഇന്ധനം വായുവുമായി കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? എൻജിൻ സിലിണ്ടറിൽ. അപ്പോൾ ഡീസൽ എൻജിനിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം സക്ഷൻ സ്ട്രോക്ക് ആകുമ്പോൾ എയറിനെ സക്ക് ചെയ്ത് സിലിണ്ടർ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു, അതിനെ കംപ്രസ് ചെയ്യുന്നു. ഈ കംപ്രസ് ചെയ്ത എയറിലേക്കാണ് ഡീസലിനെ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ എവിടെ വെച്ചാണ്? ഡീസൽ എഞ്ചിനിൽ ഇന്ധനം വായുവുമായി കൂടിച്ചേരുന്നു. എവിടെ വെച്ച്? എൻജിൻ സിലിണ്ടറിൽ വെച്ച്. IC എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടോർ ഏതാണ്? DC സീരീസ് മോട്ടോർ. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. മുന്നിലുള്ള വാഹനവുമായി മതിയായ അകലമില്ലാതെ തൊട്ടുപുറകെ വാഹനം ഓടിക്കുന്നതിനെയാണ് ടെയിൽ ഗേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്താണ്? മറ്റുള്ള റോഡ് ഉപയോക്താക്കളുടെ തെറ്റായ പെരുമാറ്റം മുൻകൂട്ടി കണക്കാക്കി അപകടം സ്വയം ഒഴിവാക്കി വാഹനം ഓടിക്കുന്ന രീതിയാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. വാഹനത്തിന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത് എപ്പോഴാണ്? മഴക്കാലത്ത്. അപ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും.
ബ്ലൈൻഡ് സ്പോട്ട് എന്താണ്? വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററിൽ പെടാത്ത സ്ഥലം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 112 അനുസരിച്ച് വേഗത നിയന്ത്രിച്ചിരിക്കുന്നു. അതായത് 112 സ്പീഡ്, 113 അമിത ഭാരം. റോഡ് സുരക്ഷാ ദശകം 2011-2020 ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി, റോഡ് ആക്സിഡൻറ്റ് മൂലം മരിക്കുന്നവരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കുക. റോഡ് സുരക്ഷാ വാചാരണം 2014 അനുബന്ധിച്ച് പുറത്തിറക്കിയ മുദ്രാവാക്യം പഹലെ ആപ്പ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതായി തെളിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യാം, പിഴ അടയ്ക്കാം, ഇതെല്ലാം ഉൾപ്പെടാം. ഹാർഡ് ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. അതായത് ഗിയർ ഷിഫ്റ്റ് ലിങ്കേജിലുള്ള തകരാർ ഉണ്ടായാലും, ക്ലച്ച് ഡിസ്ക് എൻഗേജ് ആകാതിരുന്നാലും, ക്ലച്ച് ഫ്രീ പെഡൽ കൂടുതൽ ആയാലും ഹാർഡ് ഗിയർ ഷിഫ്റ്റിംഗ് ആവാം. ഗിയർ സ്ലിപ്പിംഗ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ, തകരാറിലായതോ തേഞ്ഞതോ ആയ സിൻക്രോണൈസർ. ബ്രേക്ക് ലൈനിങ് ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ബ്രേക്ക് ഷൂവിൽ. അപ്പോൾ ബ്രേക്ക് ലൈനിങ് എവിടെയാണ്? ബ്രേക്ക് ഷൂവിലാണ്. റിവറ്റ് ഉപയോഗിച്ചോ ഒട്ടിച്ചോ ആണിത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് 3 പ്രവർത്തനങ്ങളുടെ ക്രമമായ ആവർത്തനമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ക്രമം? ആദ്യം കാണുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം? വാഹനത്തിന് വേഗത ഉണ്ട്, തേയ്മാനമുണ്ട്, ടയറുകളുടെ തേയ്മാനമുണ്ട്, ഇവ രണ്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലച്ച് ഡിസ്ക് കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തന്നെയാണ്, പ്രഷർ പ്ലേറ്റിനും ഫ്ലൈ വീലിനും ഇടയിൽ. എയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? മാസ്റ്റർ സിലിണ്ടർ. മാസ്റ്റർ സിലിണ്ടർ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ ഭാഗമാണ്. കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാരണമാകുന്നത് ഇവയിൽ ഏതാണ്? പ്രഷർ കേപ്പ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഇപ്പോൾ മെക്കാനിക്കൽ ഭാഗത്തിൽ നിന്നും ഇതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് എക്സാം വരേക്കും ഒന്ന് പഠിച്ചാൽ ഒരു ജോലി ഉറപ്പാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.